നമസ്കാരം, ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് 2025 ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കടക്കാം. സൂര്യൻ ജൂലൈ 16 വരെ മിഥുനൻ രാശിയിലും 17 മുതൽ കർക്കടകൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ചൊവ്വ ജൂലൈ മാസത്തിൽ 3 രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ജൂലൈ 7 വരെ കർക്കടകത്തിലും ശേഷം ജൂലൈ 28 വരെ ചിങ്ങത്തിലും 28-ന് ശേഷം കന്നിയിലുമാണ് സഞ്ചരിക്കുന്നത്. ബുധൻ കർക്കടകത്തിൽ ഓഗസ്റ്റ് 30 വരെ സ്ഥിതി ചെയ്യും. ഗുരു മിഥുനൻ രാശിയിൽ. ശുക്രൻ ജൂലൈ 26-ന് മിഥുനൻ രാശിയിലേക്ക് രാശി മാറും. ഓഗസ്റ്റ് 20 വരെ മിഥുനത്തിൽ സ്ഥിതി ചെയ്യും. ശനി മീനൻ രാശിയിൽ. കേതു ചിങ്ങത്തിലും രാഹു കുംഭത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത്. ഞാൻ സംസാരിക്കാൻ പോകുന്നത് കർക്കടകം, ചിങ്ങം, കന്നി എന്നീ 3 രാശികളുടെ ഫലമാണ്. ആദ്യമായി കർക്കടകൻ രാശി. പുണർതങ്കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കടകൻ രാശി. കർക്കടകത്തിൻ്റെ ധനഭാവാധിപനായ സൂര്യൻ ജൂലൈ 16 വരെ കർക്കടകത്തിൻ്റെ വ്യയസ്ഥാനമായ 12-ാം ഭാവത്തിലും ശേഷം ജന്മരാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. 2 ഭാവങ്ങളും സൂര്യനെ പ്രതികൂല ഭാവങ്ങളാണ്. ധനനഷ്ടവും അധിക ചിലവുകളും രോഗപീഠയും യാത്രാക്ഷീണവും സ്നേഹിതരുമായി കലഹവും കാര്യതടസ്സവും പരദേശവാസവും ബന്ധുക്കളിൽ നിന്ന് അകൽച്ചയുമാണ് 2 ഭാവങ്ങളിലും സൂര്യൻ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ഫലങ്ങൾ. പൊതുവെ ജൂലൈ മാസത്തിൽ കർക്കടകൻ രാശിക്കാർക്ക് സൂര്യൻ പ്രതികൂല ഫലങ്ങളായിരിക്കും നൽകുക. 10-ാം ഭാവാധിപനായ ചൊവ്വ ജൂലൈ 7 വരെ ജന്മരാശിയിലും ശേഷം ജൂലൈ 28 വരെ ചിങ്ങൻ രാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശേഷം കന്നിയിലും. ജൂലൈ 28 വരെ ചൊവ്വ നല്ല ഫലങ്ങൾ നൽകുന്നില്ല. ഈ സമയത്ത് കർമ്മരംഗത്ത് അസ്വസ്ഥതകൾ ഉണ്ടാകാം. പ്രവർത്തന ക്ലേശങ്ങളും ഉണ്ടാകാം. ധനനഷ്ടവും വരുമാനക്കുറവും ഉണ്ടാകാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കണം. പണം നഷ്ടപ്പെടരുത്. കാര്യതടസ്സങ്ങളും സർക്കാരിൽ നിന്ന് പ്രതികൂല നടപടികളും ഉണ്ടാകാം. കേസ് വഴക്കുകളിൽ അനുകൂലത ഉണ്ടാകുകയില്ല. 7-ാം ഭാവാധിപനായ ശനി 9-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബിസിനസ്സിൽ പുരോഗതി, വരുമാനം എന്നിവയുണ്ടാകും. ഭാഗ്യവർധന ഉണ്ടാകും. യശസ് വർദ്ധിക്കും. പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും. തൊഴിലാളികൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫറുകൾ കിട്ടും. ശനിയുടെ ഈ സ്ഥിതി ചൊവ്വയുടെ ദോഷഫലത്തെ ഹനിക്കുന്നു. ദമ്പതികൾക്ക് സമയം മെച്ചമാണ്. 5-ാം ഭാവാധിപനും ചൊവ്വയാണ്. ജന്മത്തിലും 2-ാം ഭാവത്തിലുമാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. ജൂലൈ മാസത്തിൽ കർക്കിടകക്കൂറിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതല്ല. വളരെ ശ്രദ്ധയോടെ പഠിച്ചെങ്കിൽ മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ. സഹപ്രവർത്തകരുടെ സഹകരണം അനുകൂലമല്ല. തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. പ്രണയിക്കുന്നവർക്ക് സമയം മോശമാണ്. 2-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ചിലവുകളെയും കാര്യപരാജയത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും നല്ല ഫലങ്ങൾ നൽകുന്നില്ല. ശാരീരിക പീഡയും അപകടങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. വാഹനം സൂക്ഷിച്ചോടിക്കണം. 2025 മാർച്ച് 29-ന് നിങ്ങളുടെ അഷ്ടമശനി അവസാനിച്ചു. 9-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ശനി നിങ്ങൾക്ക് നല്ല ഫലങ്ങളാണ് നൽകുന്നത്. യശസ്സും കുടുംബസുഖവും കർമ്മരംഗത്ത് അഭിവൃദ്ധിയും നൽകുന്നു. ശുക്രൻ 11-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4-ഉം 11-ഉം ഭാവാധിപനായ ശുക്രൻ ജൂലൈ 26 വരെ മിഥുനൻ രാശിയിലും ശേഷം ഓഗസ്റ്റ് 21 വരെ കർക്കടകൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. 2 ഭാവങ്ങളും ശുക്രന് അനുകൂല ഭാവങ്ങളാണ്. 12-ലെ ശുക്രൻ വരവും ചിലവും ഒരുപോലെ നൽകുന്നു. സുഖഭോഗ വസ്തുക്കൾക്ക് വേണ്ടിയാണ് ചിലവ് കൂടുന്നത്. എന്നാൽ ജന്മത്തിലെ ശുക്രൻ സുഖവും ധനവും വർദ്ധിപ്പിക്കുന്നു. ശത്രുനാശം സംഭവിക്കുന്നു. 2025 മെയ് 14-ന് വ്യാഴം നിങ്ങളുടെ 12-ാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചു. ചിലവിൻ്റെ ഭാവമാണ് 12-ാം ഭാവം. ഒരു വർഷത്തേക്ക് 12-ൽ സഞ്ചരിക്കുന്ന വ്യാഴം നല്ല കാര്യങ്ങൾക്ക് ധനച്ചിലവുകളെ സൂചിപ്പിക്കുന്നു. വസ്തുതർക്കം, കേസുകൾ എന്നിവ ഈ സമയത്തുണ്ടാകാം. ഓഗസ്റ്റ് 30 വരെ ജന്മത്തിലും ശേഷം 2-ാം ഭാവത്തിലുമാണ് ബുധൻ സഞ്ചരിക്കുന്നത്.
ഓഗസ്റ്റ് 30 വരെ ബുധൻ നല്ല ഫലങ്ങൾ നൽകുന്നില്ല. അർത്ഥമില്ലാത്ത സംസാരങ്ങളും ബന്ധുവിരോധവുമാണ് നൽകുന്നത്. അങ്ങനെ കൂടുതൽ ഗ്രഹങ്ങളും ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് അനുകൂലരല്ല. ആയതിനാൽ നവഗ്രഹ ക്ഷേത്ര ദർശനമാണ് ഉത്തമം. ദോഷപരിഹാരങ്ങൾക്കായി വഴിപാടുകൾ നടത്തുക. ദോഷത്തിന് ശമനമുണ്ടാകും. അടുത്തതായി ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിയുടെ രാശിയധിപനായ സൂര്യൻ ജൂലൈ മാസത്തിൽ ചിങ്ങത്തിൻ്റെ 11, 12 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 11 സഞ്ചരിക്കുന്ന സൂര്യൻ ഏത് കാര്യങ്ങളിലും ലാഭം നൽകും. തടസ്സപ്പെട്ട് കിടന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും. ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകും. തൊഴിൽ സ്ഥലത്ത് സ്ഥാനമാനങ്ങൾ ലഭിക്കും. ആരോഗ്യവും അഭിമാനവും വർദ്ധിക്കും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് സമയം മെച്ചമാണ്. എന്നാൽ ജൂലൈ 15 തീയതിക്ക് ശേഷം 12ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ അനുകൂല ഫലങ്ങൾ നൽകുന്നില്ല. അധിക ചിലവുകളും കുടുംബത്തിൽ കലഹവും ധനഹാനിയും സ്ഥാനഭ്രംശവും ഉണ്ടാകുന്നു. നല്ല കാര്യങ്ങൾക്ക് ശ്രമിച്ചാൽ തടസ്സമുണ്ടാകും. 10ാം ഭാവാധിപനായ ശുക്രൻ 10ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർമ്മരംഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുക്രൻ നല്ല ഫലത്തെ നൽകുന്നില്ല. 10ാം ഭാവാധിപൻ 10ൽ നിന്നാൽ കർമ്മപുഷ്ടിയും കീർത്തിയും ധനവർദ്ധനവും സുഖവുമാണ് സാധാരണമായി നൽകുന്നത്. ചാരവശാൽ ഇവിടെ 10ൽ നിൽക്കുന്ന ശുക്രൻ നല്ല ഫലങ്ങൾ നൽകുന്നില്ല. കർമ്മരംഗത്ത് അതുകൊണ്ട് വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകുകയില്ല. 7ാം ഭാവാധിപനായ ശനി 8ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബിസിനസ്സുകാർ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കണം. 5ാം ഭാവാധിപനായ വ്യാഴം 11ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സമയം വളരെ മെച്ചമാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വലിയ വിജയങ്ങളുണ്ടാകും. ഗവേഷണം നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിയും. പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമാണ്. ചിങ്ങൻ രാശിക്കാരുടെ ജന്മത്തിലാണ് കേതു 1.5 വർഷത്തേക്ക് സഞ്ചരിക്കാൻ പോകുന്നത്. ജന്മത്തിലെ കേതു മുറിവുകൾ, ചതവുകൾ, പൊള്ളലുകൾ എന്നിവ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ധനനഷ്ടത്തെയും രോഗത്തെയും കൂടി സൂചിപ്പിക്കുന്നു. ശ്രദ്ധിക്കണം. രാഹു 7ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദാമ്പത്യത്തെയും പ്രണയത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കും. ഈ സമയത്തെ അവിഹിതമായ ബന്ധങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ സമയം അന്യമതസ്ഥരെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടാകും. നിങ്ങൾക്ക് ഇപ്പോൾ അഷ്ടമശനിയുടെ സമയമാണ്. നിങ്ങളുടെ അഷ്ടമശനി കൂടുതൽ ദോഷങ്ങൾ നൽകുകയില്ല. ശനി വിപരീത രാജയോഗത്തോടു കൂടിയാണ് അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നത്. എന്നാലും അപവാദങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ശുക്രൻ ജൂലൈ 26 വരെ ഗുണഫലങ്ങൾ നൽകുന്നില്ല. ശേഷം ധനലാഭവും പ്രതാപവും ഐശ്വര്യവും സന്തോഷവും നൽകുന്നു. 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം 1 വർഷത്തേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നൽകുന്നു. സന്താനപ്രാപ്തിയും കർമ്മരംഗത്ത് ഉയർച്ചയും സ്ഥാനമാന ലാഭങ്ങളും ആനന്ദവും കാര്യവിജയവും ശത്രുക്കളുടെ നാശവുമാണ് നൽകുന്നത്. ഓഗസ്റ്റ് 30 വരെ ചിങ്ങൻ രാശിയുടെ 12ാം ഭാവത്തിലാണ് ബുധൻ സ്ഥിതി ചെയ്യുന്നത്. ചിങ്ങത്തിൻ്റെ 2ഉം 11ഉം ഭാവാധിപനാണ് ബുധൻ. 12ൽ സഞ്ചരിക്കുന്ന ബുധൻ ധനച്ചിലവുകളെയും സുഖഹാനിയെയുമാണ് സൂചിപ്പിക്കുന്നത്. കാര്യവിഘ്നവും തോൽവിയെ പറ്റിയുള്ള ഭയവും ഈ സമയത്തുണ്ടാകാം. ജൂലൈ 7 ചിങ്ങത്തിലേക്ക് രാശി മാറിയ ചൊവ്വ ജൂലൈ 28 കന്നിയിലേക്ക് സഞ്ചരിക്കും. ജൂലൈ 7 വരെ 12ാം ഭാവത്തിലും ശേഷം ജന്മത്തിലുമാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. രണ്ട് ഭാവങ്ങളിലൂടെയും ചൊവ്വ സഞ്ചരിക്കുന്ന സമയം ധനച്ചിലവുകളും രോഗങ്ങളും മനപ്രയാസങ്ങളും ബന്ധുക്കളുടെ വിരോധവുമാണ് നൽകുന്നത്. പൊതുവെ നിങ്ങൾക്ക് ശുക്രനും വ്യാഴവും പൂർണ്ണമായും നല്ല ഫലങ്ങളാണ് നൽകുന്നത്. മറ്റുള്ള ഗ്രഹങ്ങളുടെ അനുകൂലതയ്ക്ക് വേണ്ടി നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി ഇഷ്ടവഴിപാടുകൾ നൽകുക. ദോഷങ്ങൾക്ക് ശമനമുണ്ടാകും. അടുത്തതായി കന്നിരാശി. ഉത്തരമുക്കാൽ, അത്തം, ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി. സൂര്യൻ കന്നിരാശിയുടെ 12ാം ഭാവാധിപനാണ്. ജൂലൈ മാസത്തിൽ കന്നിരാശിയുടെ 10ഉം 11ഉം ഭാവങ്ങളിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. ജൂലൈ 15 വരെ 10ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം തൊഴിൽ സംബന്ധമായ ഉയർച്ചയുണ്ടാകും. കർമ്മപുഷ്ടി ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും സമയം വളരെ മെച്ചമാണ്.
ആരോഗ്യവും ധനലാഭവും അധികാരികളുടെ പ്രീതിയും ലഭിക്കുന്ന സമയമാണ്. അഭീഷ്ടലാഭമുണ്ടാകും. 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ സ്ഥാനമാന ലാഭങ്ങളും വരുമാന വർധനവും ഉണ്ടാക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ വിജയവും കുടുംബത്തിൽ മംഗളകർമ്മങ്ങളും നടക്കും. 10ാം ഭാവാധിപനായ ബുധൻ 11ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 11ൽ സഞ്ചരിക്കുന്ന ബുധൻ നാനാതരത്തിലുള്ള സുഖങ്ങൾ നൽകും. ആരോഗ്യവും ബന്ധുക്കളുടെ സ്നേഹവും സമൂഹത്തിൽ പേരും പ്രശസ്തിയും നൽകും. തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ സ്ഥലത്ത് സന്തോഷവും അഭിവൃദ്ധിയും സഹപ്രവർത്തകരുടെ സഹകരണവും ലഭിക്കും. അംഗീകാരങ്ങളും ധനവരവും വർദ്ധിക്കും. 7ാം ഭാവാധിപനായ വ്യാഴം 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 7ാം ഭാവാധിപൻ കേന്ദ്രത്തിൽ നിൽക്കുന്നത് അനുകൂല ഫലങ്ങളാണ് നൽകേണ്ടത്. പക്ഷേ ചാരവശാൽ 10ൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം നല്ല ഫലങ്ങൾ നൽകുന്നില്ല. ആയതിനാൽ ബിസിനസ്സുകാർ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അത്ര നല്ല സമയമല്ല. 10ലെ വ്യാഴം ധനനഷ്ടത്തെയും വസ്തുനാശത്തെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റുകാർ സൂക്ഷിക്കണം പ്രത്യേകമായി. ഈ സമയത്ത് ഭൂമി ക്രയവിക്രയം. 5ാം ഭാവാധിപൻ 7ാം ഇടത്ത് നിന്നാൽ സകലവിധ ഐശ്വര്യങ്ങളും സുഖവും വിദ്യാർത്ഥികൾക്ക് കീർത്തിയും സന്തോഷവും നൽകേണ്ടുന്നതാണ്. പക്ഷേ ഇവിടെ നിൽക്കുന്നത് ശനിയായതിനാൽ പൂർണ്ണമായ ഫലം ലഭിക്കുകയില്ല. എന്നാലും കുട്ടികൾ പഠനത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ഉന്നത വിജയം ലഭിക്കും. ദമ്പതികൾക്കും പ്രണയിക്കുന്നവർക്കും സമയം സാധാരണ പോലെ കടന്നുപോകും. രാഹു കന്യരാശിയുടെ 6ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജീവിത സുഖങ്ങളും ശത്രുവിജയവും ഗ്രഹഭാഗ്യവും ധനധാന്യ സമൃദ്ധിയുമാണ് 6ൽ സ്ഥിതി ചെയ്യുന്ന രാഹു 1.5 വർഷം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. എന്നാൽ 12ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ധനനാശത്തെയും ബന്ധുവിരോധത്തെയും പരദേശവാസത്തെയും സൂചിപ്പിക്കുന്നു. 2025 മാർച്ച് 29 നിങ്ങൾക്ക് കണ്ടകശനി തുടങ്ങി. 7ൽ സ്ഥിതി ചെയ്യുന്ന ശനി ധനപരമായും മാനസികമായും പ്രയാസങ്ങളുണ്ടാക്കും. പങ്കാളിക്ക് ക്ലേശകരമായ സമയമാണ്. അമിതമായ യാത്രകളും ശാരീരിക ക്ഷീണവും ഉണ്ടാകാം. പരദേശവാസവും ഉണ്ടാകാം. ജൂലൈ മാസത്തിൽ ശുക്രൻ 9ഉം 10ഉം ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ജൂലൈ 25 വരെ 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ പല വിധത്തിലുള്ള നേട്ടങ്ങൾ നൽകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്ന സമയമാണ്. ഈ സമയത്തെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ ശ്രമിക്കണം. അഭീഷ്ടലാഭവും ആരോഗ്യപ്രാപ്തിയും ശുക്രൻ നൽകും. ജൂലൈ 25 ശേഷം 10ാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത്. 10ൽ സഞ്ചരിക്കുന്ന ശുക്രൻ അനുകൂല ഫലങ്ങൾ നൽകുകയില്ല. ശാരീരിക ക്ലേശങ്ങളും സ്ത്രീകളുമായി കലഹങ്ങളും ഉണ്ടാകാം. സൂക്ഷിക്കണം. 11ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നൽകും. ആരോഗ്യവും ആത്മസംതൃപ്തിയും ബന്ധുക്കളുടെയും സഹോദരങ്ങളുടെയും സ്നേഹവും വരുമാന വർധനവും സമൂഹത്തിൽ അംഗീകാരവും നൽകും. ജൂലൈ മാസത്തിൽ ചൊവ്വ 11ഉം 12ഉം ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 11ാം ഭാവത്തിൽ ജൂലൈ 28 വരെ സഞ്ചരിക്കുന്ന സമയം ഭൂമി ലാഭവും വിചാരിക്കുന്ന കാര്യങ്ങളിൽ വിജയവും സന്തോഷവും ധനവും നൽകുന്നു. ഭൂമി ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കും. എന്നാൽ ജൂലൈ 28 ശേഷം 12ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ചൊവ്വ ധനച്ചിലവുകളെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ശനിയും വ്യാഴവും നിങ്ങൾക്ക് അനുകൂലരല്ല എങ്കിലും സൂര്യൻ, ശുക്രൻ, ബുധൻ, ചൊവ്വ, രാഹു എന്നീ ഗ്രഹങ്ങൾ പൂർണ്ണമായും ഭാഗികമായും അനുകൂല ഫലങ്ങളാണ് ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് തരുന്നത്. ശനിയെ പ്രീതിപ്പെടുത്താൻ ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനം നടത്തണം. വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും നടത്തുക. ദോഷങ്ങൾക്ക് കാഠിന്യം കുറയും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.